ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എനർജി ഡ്രിങ്കിൻ്റെയാണ്. അപ്പോൾ ഇത് റെഡ് ബുൾ എന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് ഡിഫറൻ്റായി കണ്ടപ്പോൾ എടുത്തതാണ്. ഇതൊരു സമ്മർ എഡിഷനാണ്. നോർമലി ഇപ്പോൾ സമ്മർ അല്ല, പക്ഷേ ഞാൻ കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം. പിന്നെ ഇതൊരു കോക്കനട്ട് ബ്ലൂബെറി ഫ്ലേവേർഡാണ്. പിന്നെ ഈ റെഡ് ബുൾ പറയണത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ചിലവർക്ക് അതൊരു ടോണിക് പോലെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം വാങ്ങി കുടിക്കുകയാണെങ്കിൽ ഒന്നൊക്കെ വാങ്ങി ട്രൈ ചെയ്തിട്ട് പിന്നെ വാങ്ങിയാൽ മതി. പിന്നെ ഇതിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. 250 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. പിന്നെ 125 രൂപ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. നോർമലി റെഡ് ബുളിൻ്റെ എല്ലാം സെയിം റേറ്റാണ് വരുന്നത്. പിന്നെ ഗ്രാഫിക്സൊക്കെ നോക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ ബ്ലാക്കും അല്ലെങ്കിൽ ഒരു ഗ്രേ ടൈപ്പ് അങ്ങനെയും പിന്നെ വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി റെഡ് ബുള്ള് സിൽവർ ആൻഡ് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൽ ലോഗോ ഒക്കെ എൻകാർവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ബുള്ള് കണ്ടില്ലേ, ബുള്ളിനെ അങ്ങനെ എൻകാർവ് ചെയ്ത് അതൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പാക്കിങ്ങിലൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നിയത് ഒരു ബ്ലൂബെറിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പിന്നെ റെഡ് ബുള്ളിൻ്റെ ചെറിയൊരു ടേസ്റ്റും കോക്കനട്ടിൻ്റെ എനിക്ക് തോന്നിയേയില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് പേഴ്സണലി എനിക്ക് റെഡ് ബുൾ ഇഷ്ടമാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി റെഡ് ബുൾ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിൻ്റെ കളറും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിൻ്റെ കളറ്. അതൊരു ഡിഫറൻ്റായി തോന്നി. ആ ബ്ലൂബെറിൻ്റെ ഷെയ്ഡ് കൊണ്ടായിരിക്കാം. അടിപൊളിയായിട്ടില്ലേ? ഓക്കെ ഗൈസ്, ബൈ.